ഞാൻ പിറന്ന മണ്ണ്, ഞാനിഴഞ്ഞ മണ്ണ്, ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ്, വേദകൽപ്പപാദപത്തിൻ വേരുറച്ച മണ്ണ്, ധ്യാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ്, പഞ്ചമാതൃഭക്തി ഭാവമുജ്വലിച്ച മണ്ണ്, മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ്, എന്റെ മണ്ണിതാനിതിന്റെ പുണ്യമെന്തു ചൊല്ലുക, എന്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും, ഞാൻ പിറന്ന മണ്ണ്, ഞാനിഴഞ്ഞ മണ്ണ്, ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ്. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവത ചിന്തകളിലൂടെയുള്ള ഈ യാത്രയിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ആചാര്യസഭയെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി സ്വാമിനി ഭവ്യാമൃത പ്രാണ, മാതാ അമൃതാനന്ദമയി മഠം, തിരുവല്ല മഠാധിപതി ശ്രീ അലക്സാണ്ടർ ജേക്കബ് സർ, മുൻ DGP, ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സർ, കോട്ടയം ബെസേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ, ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സംസ്കൃത വിഭാഗ അധ്യക്ഷ, ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂർ. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥാസന്ദർഭത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു റോൾ പ്ലേ ആണ് ഇന്ന് ശ്രേഷ്ഠ ഭാരത വേദിയിൽ ആദ്യം അരങ്ങേറാൻ പോകുന്നത്. ആശയത്തിനും അവതരണത്തിനും അഭിനയത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന ഈ റോൾ പ്ലേ അവതരിപ്പിക്കാനായി ഈ വേദിയിലേക്ക് എത്തുന്നത് തൃശ്ശൂരിലെ മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്നും കൃതിയാണ്. മാള ഹോളി ഗ്രേസ് അക്കാദമി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കൃതിയാണ് ഇന്ന് രംഗാമൃതത്തിലൂടെ ശ്രേഷ്ഠ ഭാരതം വേദിയിൽ എത്തുന്നത്. നല്ലൊരു അഭിനേത്രിയായ കൃതി മികച്ചൊരു നർത്തകി കൂടിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കൃതിയെ. നമസ്കാരം കൃതി. അല്ലയോ സുന്ദരി, അങ്ങ് ആരാകുന്നു? ഞാൻ ഗോപിക. ഞാൻ ഗോപികയാകുന്നു. ഞാൻ വന്നു നിന്നപ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, അല്ല ബ്രൗൺ ഐസ് ആണ് കൃതിയുടെ. അത് രഞ്ജിത്തേട്ടൻ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ണങ്ങ് എഴുതി ഒരു ചിത്രരചന തന്നെ ഒന്ന് നടത്തിയിട്ടുണ്ട്. രഞ്ജിത്തേട്ടൻ്റെ വളരെ മനോഹരമായൊരു മേക്ക് ഓവർ ആയിട്ടുണ്ട്. പിന്നെ കൃതി എന്താ അവിടെ സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. കൃഷ്ണൻ കണ്ടാൽ മോഹിക്കാതിരിക്കുമോ? അതെ, കൃഷ്ണന്റെ പ്രിയപ്പെട്ട കൃതിയാണ് അല്ലേ? കൃതിക്കുട്ടി എത്രയിലാ പഠിക്കണേ? 6th ആണല്ലേ. എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടം? ഡാൻസിങ് ഇഷ്ടമാണ്. അപ്പോൾ റോൾ പ്ലേക്ക് ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റും. റോൾ പ്ലേ ആദ്യമായിട്ടാണോ റോൾ പ്ലേ ചെയ്യണേ? ആദ്യമായിട്ടാണല്ലേ. അപ്പം നന്നായിട്ട് ചെയ്തോളൂ. എന്താണ് കഥാസന്ദർഭം? ഭ്രമരത്തിനോട് കൃഷ്ണന്റെ വിരഹം പറയുന്നത്. നമ്മൾ പലതവണ ശ്രേഷ്ഠ ഭാരതത്തിൽ നിന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള ഒരു വിഷയമാണ്. മനോഹരമായ ഒരു വിഷയമാണ്. നമുക്ക് തുടങ്ങിയാലോ? ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി നമുക്ക് ആരംഭിക്കാം രംഗാമൃതം. എന്റെ കൃഷ്ണ
നിനക്കെന്നെ അറിയില്ലേ? ഞാൻ ഗോപികയാണ്. ഭഗവാൻ കൃഷ്ണൻ എനിക്ക് എത്ര പ്രിയപ്പെട്ടവനാണെന്ന് നിനക്കറിയോ? ഞങ്ങളുടെ വൃന്ദാവനത്തിന്റെ നാഥനാണ്. ഹേയ്, ഇതെവിടെ പോയി? കേശവന് പ്രിയങ്കരിയായ പെണ്ണിന്റെ മാറിൽ അവൻ അണിയിച്ച മാലയിൽ പറ്റിയിരിക്കുന്ന കുങ്കുമം ശരീരത്തിൽ വഹിച്ചു കൊണ്ടുവന്ന ദുശീലനായി നീ ഞങ്ങളുടെ പാദങ്ങളിൽ തൊട്ടു പോകരുത്. നീ കൃഷ്ണന്റെ അരികത്ത് ചെന്ന് അവിടെ ഉള്ള കൃഷ്ണ കാമിനിമാരോട് സേവ ചെയ്താൽ മതി. ഞങ്ങൾക്ക് ലഭിച്ച അൻപമായ ചില സുഖങ്ങൾ അറിയിച്ച് കൃഷ്ണൻ ഞങ്ങളെ വിട്ടുപോയത് നീ അറിഞ്ഞില്ലേ? കാന്തനില്ലാതെ ദുഃഖിക്കുന്ന ഞങ്ങൾ നിനക്ക് എന്ത് സമ്മാനമാണ് തരിക? ഉത്തമോത്തമനായ കൃഷ്ണന്റെ അടുത്ത് എപ്പോഴും ഇരിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് ചെന്ന് കൃഷ്ണഗീതങ്ങൾ പാടിയാൽ നിനക്ക് വേണ്ടതെല്ലാം അവർ തരും, ഇല്ലേ? കൃഷ്ണന്റെ പുഞ്ചിരിയും കടാക്ഷവും കണ്ട് അവനെ സമീപിക്കുന്ന സ്ത്രീകളെ അവൻ സ്വീകരിക്കും. അങ്ങനെയുള്ള ആ സ്ത്രീകളിൽ അവൻ പ്രേമം പകരുന്നില്ലെങ്കിൽ പ്രേമപരവശരായ ഞങ്ങളോട് ഒട്ടും കാരുണ്യം കാണിക്കാത്തത് കൃഷ്ണന് യോഗ്യമാണോ? അവൻ എന്തെല്ലാം അപരാധങ്ങളാണ് ചെയ്തിട്ടുള്ളത്. വാനരനായ ബാലിയെ ഒളിച്ചു നിന്ന് എയ്തു കൊന്നു. കാമിച്ചു ചെന്ന രാണഭഗിനിയെ വിരൂപയാക്കി വിട്ടു. കടുത്ത ദയാഹീനനായ അവനോടുള്ള സഖ്യം ഇനി വേണ്ട. മാൻപേട മോഹിച്ചു തന്നെ ഇണയെ സമീപിക്കുമ്പോൾ വേടൻ ഒളിയമ്പെയ്ത് അതിനെ കൊല്ലുന്നത് പോലെ കൈതമൂർത്തിയായ കൃഷ്ണൻ ഞങ്ങളെ മോഹവാക്യങ്ങളെ കൊണ്ടു ദുഃഖത്തിന്റെ രസം അറിയിച്ചു. കോമളമായ പാണി പത്മങ്ങളിൽ നഖം കൊണ്ട് ഞങ്ങളെ നോയിപ്പിച്ച് കാമാഗ്നിയിൽ വീഴ്ത്തി. ഭയമില്ലാതെ ഞങ്ങളെ വിട്ടുപോയ കൃഷ്ണന്റെ കഥകളൊഴിച്ച് മറ്റൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. കൃതിക്കുട്ടി, എന്ത് രസമായിരുന്നു പെർഫോം ചെയ്യേണ്ട കാണാനായിട്ട്. താങ്ക് യു. ആ ഒരു പറയൽ, ഒരു കൊഞ്ചുള്ള പറച്ചിൽ, ആ ഒരു മോഡുലേഷൻ, അത് അങ്ങനെയാണോ അതോ ശരിക്കും അങ്ങനെ തന്നെയാണോ? കുറച്ചൊക്കെ അങ്ങനെയാണ്. ആ ഒരു പറയില്ല ഇനി വേണ്ട, ആ ഒരു പറച്ചിലൊക്കെ ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ വിഷമിച്ച്, എന്നാൽ കൃഷ്ണനോടുള്ള ഒരു കൊഞ്ചൽ അപ്പോഴും മനസ്സിലുണ്ട്, അത് മാറിയിട്ടില്ല. കൃഷ്ണനെ വിട്ടുപിരിഞ്ഞ് വിഷമത്തിലിരിക്കുന്ന ഗോപിക അല്ലേ? അപ്പൊ നമുക്കിനി ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മുടെ ആചാര്യസഭയുടെ അടുത്ത് ചോദിച്ചു നോക്കാം അല്ലേ? അവർക്ക് എന്തൊക്കെയാ പറയാനുള്ളത് നമുക്ക് നോക്കാം. ശരി. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി നമുക്ക് ആരംഭിക്കാം സംവാദാമൃതം. സംവാദാമൃതത്തിൽ നാം ഭ്രമരഗീതത്തിന്റെ ആശയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഭഗവാൻ വൃന്ദാവനത്തിൽ എല്ലായിടത്തും ഉണ്ട് അല്ലേ? വൃന്ദാവനത്തിലെ ഓരോ പുൽക്കൊടിയും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗോപികയ്ക്ക് തനിക്ക് പറയാനുള്ള, ഭഗവാനോട് പറയാനുള്ള ഒരു പ്രണയവും വിരഹവും, പ്രണയത്തിന്റെ ഭാവമാണ് വിരഹം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരേ തോതിൽ ഭഗവാൻ തന്റെ കൂട്ടുകാരികൾക്ക് അനുഭവിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൂടെ രണ്ടിലൂടെയും കടത്തി. എപ്പോഴും ഭഗവാൻ അർജുനനോട് പറയാറില്ലേ, ഈ ഭാവങ്ങൾക്കൊക്കെ അതീതനായി നീ മാറണമെന്ന്. അതുപോലെ ഭഗവാൻ കൂടെ നിന്നുകൊണ്ട് ഈ പ്രണയവിരഹങ്ങൾക്ക് അതീതമായ, പ്രണയവും വിരഹവും എപ്പോഴും ഉണ്ടാകുന്നത് രണ്ട് എന്ന തോന്നലിലാണ് അല്ലെ? വിരഹം എപ്പോഴും ഉണ്ടാകുന്നത് നമ്മളിൽ നിന്ന് അകലുന്നു എന്നുള്ള തോന്നലിലാണ്. അപ്പൊ ഭഗവാൻ ഗോപികമാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് പ്രണയത്തിനും വിരഹത്തിനും അതീതമായ അദ്വൈത ഭാവത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഭ്രമരത്തോട് തൻ്റെ കൃഷ്ണനോടുള്ള പരിഭവങ്ങളും ഒക്കെ സംസാരിക്കുന്നു എന്ന മട്ടിൽ ഈ ഗോപിക തൻ്റെ ഹൃദയം തുറക്കുകയാണ്. വളരെ എന്താ പറയാ, വേദവ്യാസ ഭഗവാന്റെ ഒരു രചന ഒരു കൗതുകമില്ലേ? ഒരു നമ്മളിപ്പോ ആധുനിക ഭാഷയിലൊക്കെ പറഞ്ഞാൽ നെറേറ്റോളജി എന്നൊക്കെ പറയും. അപ്പോ ആ ഭഗവാന്റെ രചനാ കൗതുകത്തെ ഭംഗിയായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതിന് ഒത്തിരി ആശയങ്ങളുണ്ട്. ഈ ഗോപികയുടെ ഹൃദയ സംവാദത്തിന്, ഭ്രമരവുമായുള്ള സംവാദത്തിന് ഒത്തിരി
നമ്മൾ സാധാരണ ഭൗതികമായ അർത്ഥത്തിൽ നീ കൃഷ്ണനോട് പോയി പറഞ്ഞേക്ക് എന്നുള്ള പരിഭവമൊക്കെ നിലനിൽക്കുമ്പോഴും അതിന് ഭഗവാനിലേക്കുള്ള ഒരു ജീവന്റെ യാത്രയുടെ, ഗോപികയുടെ ജീവന്റെ യാത്രയുടെ ഒരു തലം കൂടി ഭ്രമരഗീതത്തിന് നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൽ പറയുന്നതൊക്കെ അദ്വൈതം തന്നെയാണ്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഭ്രമരഗീതത്തെ മനസ്സിലാക്കാൻ. സ്വാമിനിയമ്മയോട് ചോദിക്കാം ഇതിന്റെ ആശയങ്ങളെ കുറിച്ച്. സ്വാമിനിയമ്മ ഇതൊന്ന്. ഇവിടെ ഗോപിക പരിഭവം പറയുന്നത് ഉദ്ധവരെ കാണുമ്പോഴാണ്. ഉദ്ധവര് ഭഗവാന്റെ അടുത്ത് നിന്ന് വരികയാണ്. വൃന്ദാവനം വിട്ടുപോയിട്ട് ഒരിക്കൽ പോലും പിന്നെ ഭഗവാനെ അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആ ഒരു വിരഹവേദനയോടുകൂടി ഉദ്ധവരെ കാണുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്മരണകൾ അവർക്ക് വളരെയധികം തീവ്രമായിട്ട് തോന്നി എന്നുള്ളതാണ്. തന്നെയുമല്ല, ഇവിടെ ഭ്രമരത്തിനോട് പറയുമ്പോൾ എനിക്ക് തോന്നിയത്, സാധാരണ ഗ്രാമവാസികളായിട്ടുള്ള ആൾക്കാർ അന്നത്തെ കാലത്ത് കുലസ്ത്രീകളായിട്ടുള്ളവർ പുരുഷന്മാരുടെ നേരെ സംസാരിക്കാറില്ല. അതുകൊണ്ടായിരിക്കാം പരിഭവങ്ങൾ അവരെ തന്നെ മറന്നുപോയി. ഭഗവാനോടുള്ള പ്രേമത്താൽ ഞങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്, ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് പോലും അവർ മറന്നുപോയിരിക്കുന്നു. എന്നിട്ട് ഒരു വണ്ട് വന്നപ്പോൾ അതിനെ മാധ്യമമാക്കി തങ്ങളുടെ ഉള്ളിലുള്ള വിചാരങ്ങളും പരിഭവവും എല്ലാം അതിനോടാക്കി പറയുകയാണ്. നമുക്കറിയാം, ഈശ്വരനോടുള്ള, ഭഗവാനോടുള്ള പ്രേമത്തിന് എപ്പോഴും മാതൃകയായിട്ട് പറയുന്നത് ഗോപികാ ഭക്തിയെക്കുറിച്ചാണ്. അവർ ഭഗവാനെ നാഥനായിട്ടാണ്, അല്ലെ കാന്തഭാവത്തിലാണ് ആരാധിച്ചിരുന്നത്. ഭക്തിക്ക് ഒരുപാട് തലങ്ങളുണ്ട്. ചിലർ ഭഗവാനെ പുത്രവാത്സല്യം കൊണ്ട് പ്രാപിക്കാൻ ശ്രമിക്കുന്നു, ചിലർ ഭഗവാനെ സഖിയായിട്ട്. അങ്ങനെ ഭക്തിക്ക് പല പല തലങ്ങളുണ്ട്. അതിലേറ്റവും ഭഗവാനെ തൻ്റെ നാഥനായിട്ട് കരുതുന്ന ഒരു തലമായിരുന്നു ഗോപികളുടേത്. അപ്പോൾ സർവസ്വമായിരിക്കുന്ന ഭഗവാന്റെ ആ വേർപാടിൽ അവർക്ക് ഭഗവാനോട് വിരോധം തോന്നുന്ന ഒരു ഭാവം, അതൊരു മധുരഭാവം തന്നെയാണ്. മധുരഭക്തി, മാധുരി ഭക്തി എന്നൊക്കെ ഇതിനെ പറയും. ഒരിക്കലും യഥാർത്ഥത്തിൽ അവർക്ക് ഭഗവാനോട് പ്രേമം പോയിട്ടില്ല. അവർക്ക് ഒരിക്കലും യഥാർത്ഥ ദേഷ്യവും ഭഗവാനോട് തോന്നിയിട്ടില്ല. പക്ഷെ തങ്ങളെ വിട്ടുപിരിഞ്ഞതിലുള്ള വേദനയുടെ ഒരു പ്രകടിത ഭാവമാണ്. അതുപോലെ ഭഗവാൻ തുടക്കത്തിൽ ഉള്ള ആ ഒരു രണ്ടെന്നുള്ള ഭാവത്തിനെ ഇല്ലാതാക്കാനാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രമിച്ചത്. രണ്ടെന്നുള്ള ഭാവം വരുമ്പോൾ എപ്പോഴും ഈ വിരഹവേദനയുണ്ടാകും, ദുഃഖമുണ്ടാകും. അപ്പോൾ ഭക്തിയുടെ പരമകാഷ്ഠ എന്ന് പറയുന്നത് അദ്വൈതാവസ്ഥ തന്നെയാണ്. ആ ഒരു തലത്തിലേക്ക് ഗോപികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാവാം ഭഗവാൻ പിന്നെ അവരുടെ സ്മരണയിലൂടെ നിരന്തരം ചിന്തിച്ച് ആ സ്വരൂപമായിട്ട് തീർക്കുവാനുള്ള ഭഗവാന്റെ ഒരു ഉത്തരവാദിത്വം, അതായത് തന്നെ ഭജിക്കുന്ന ആ ഭക്തനെ രണ്ടെന്നില്ലാത്ത ഭാവത്തിൽ അദ്വൈത ഭാവത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് ഗോപികളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവാൻ പോയ വൃന്ദാവനത്തിലേക്ക് എത്തുന്ന ഉദ്ധവർ ഒരുപക്ഷെ ഭഗവാൻ ഉള്ള കാലത്തോളം അതേപോലെ തന്നെ സജീവമായ ഭഗവത് സാന്നിധ്യത്തെയാണ് അവിടെ കാണുന്നത്. ഇവിടെ ഭഗവാൻ ഉണ്ടോ എന്ന ഭാവമുള്ള ഇവരുടെ ഉള്ളിലെ പ്രണയവും വിരഹവും അത്ര തീവ്രമായിട്ടാണ് കാണുന്നത്. ഈ ഒരു തീവ്രഭാവത്തെ എങ്ങനെയാണ് ഭ്രമരം എന്ന മാധ്യമത്തിലൂടെ വേദവ്യാസ ഭഗവാൻ അവതരിപ്പിച്ചിട്ടുള്ളത്? ഭാഗവതത്തിലെ രചനാവൈഭവത്തിൻ്റെ രണ്ട് മകുടോദാഹരണങ്ങളാണ്. ഒന്ന് ഭ്രമരഗീതവും ഗീതവും, മറ്റൊന്ന് കർഹിച്ചിത് അധ്യായം എന്ന പേരിൽ രുക്മിണിയും കൃഷ്ണനുമായിട്ടുള്ളൊരു പ്രണയകലഹവും. ഈ രണ്ടെണ്ണം. അതിൽ ഇവിടെ ഭ്രമരഗീതത്തിലേക്ക് വരുമ്പോൾ അക്രൂരൻ വന്ന് രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറേ കാലത്തേക്ക് ഒരു വിവരമില്ല. ഉടനെ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞാണ് അക്രൂരൻ ശ്രീകൃഷ്ണൻ ഇവരോട് ഗോപസ്ത്രീയോട് യാത്ര പറഞ്ഞു പോയത്. കാലം കുറേയായി.
കംസോധെല്ലാം കഴിഞ്ഞൊരിക്കൽ ഗോപസ്ത്രീയെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ഭഗവാൻ തൻ്റെ ഉത്തമ സുഹൃത്തോ മന്ത്രിയോ ഒക്കെ ആയിരിക്കുന്ന ഉദ്ധവരെ തന്നെ ആ ഗോകുലത്തേക്ക് പറഞ്ഞേക്കും. അതും ഭഗവാന്റെ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ്. ബൃഹസ്പതി ശിഷ്യനായ ഏറ്റവും പരമജ്ഞാനിയായ അദ്ദേഹത്തിന് ഭക്തി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതിന് ഗോപസ്ത്രീമാരുടെ ഭക്തി തന്നെ കാണണം. അതുകൊണ്ട് അവിടേക്ക് പറഞ്ഞു വെച്ചു. ഉദ്ധവരവിടെ എത്തി എന്നുള്ളത് പിറ്റേ ദിവസമാണ് ഇവരറിയുന്നത്. ഒരു രഥം പതിവില്ലാതെ നിൽക്കുന്നു. ഇതാരുടെയാണ്? കണ്ടാൽ നല്ല ശ്രീകൃഷ്ണൻ്റെ രഥം പറക്കെ തോന്നിക്കുന്നു. കൃഷ്ണൻ തിരിച്ചു വന്നിരിക്കുകയാണോ? ഇവരെല്ലാം ആകുലപ്പെട്ട് ചെന്ന് രഥത്തിനൊക്കെ നോക്കുമ്പോൾ കൃഷ്ണനെ പോലെ ഒരാൾ, പക്ഷെ കൃഷ്ണനല്ല. ഹേയ്, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, അത് തിരിച്ചു പോകുന്നു. അപ്പോഴത്തേക്കും അവർക്ക് കൃഷ്ണനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും വികാരവും വളരെയധികം പരവശരാക്കി. അവരെ ആരാന്ന് പോലും അന്വേഷിക്കാൻ പോയില്ല. പക്ഷെ ഉദ്ധവരെ ഈ ഗോപസ്ത്രീകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഗോപസ്ത്രീമാർ ഫാമിനിയമ്മ സൂചിപ്പിച്ച പോലെ ഉദ്ധവരോട് നേരിട്ടൊന്ന് സംസാരിക്കാൻ പറയും. കാരണം അപരിചിതനായ ഒരാളാണ്. ഇവിടെ പറയേണ്ടത് തങ്ങൾക്ക് ഇത്രയും കാലവും കൃഷ്ണൻ തന്നെക്കുറിച്ച് അന്വേഷിക്കാത്ത പരിഭവമാണ്. അത് അപരിചിതനായ ഒരാളോട് ഈ പരിഭവം മുഴുവൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം അതിലെ പറന്നു വന്നൊരു വണ്ടിനോട് ആക്കിക്കൊണ്ട് കൃഷ്ണനെക്കുറിച്ച് സകല പരിഭവവും അവരുടെ മനസ്സ് തുറക്കുകയാണ്. ഉദ്ധവർ ദൂരെ നിന്ന് കേൾക്കുകയാണ് മുഴുവൻ. ഉദ്ധവർ വന്നപ്പോൾ തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം അവിടെ മുഴുവൻ വൃന്ദാവനം മുഴുവനും നാമജപങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അതുവഴി നടന്നു പോകാമെങ്കിൽ പശുക്കളെ കറക്കുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും പാട്ടുപാടുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ കൃഷ്ണൻ്റെ ഗീത മാത്രമേ ഉള്ളൂ. കൃഷ്ണമയമായി തീർന്നു ഇവിടം. അപ്പോഴാണ് ഇത്രയധികം ഭക്തകളാണ് ഈ വൃന്ദാവനത്തിലെ ഗോപസ്ത്രീമാരെന്ന് യഥാർത്ഥ ഉദ്ധവർക്ക് മനസ്സിലായത്. അവിടെ വളരെ വിദഗ്ധമായിട്ടാണ് വ്യാസൻ ഈ രംഗം ആവിഷ്കരിക്കുന്നത്. മധുപ കിതവബന്ധോ മാസ്പൃശംഘ്രിമേതി. ഹേ മധുപ, വെറുതെ തേൻ കുടിച്ച് മത്ത് പിടിച്ചുകൊണ്ടിരുന്ന അല്ലയോ വണ്ടേ. കിതവ, കള്ളത്തരം മാത്രമേ നിൻ്റെ കയ്യിലുള്ളൂ. മാസ്പൃശാഘ്രിം, എൻ്റെ കാലെ തൊട്ടു പോകരുത്. കള്ളത്തരം മാത്രം കൊണ്ട് നടക്കുന്നതാണ് ഈ വണ്ട്. കാരണം എത്രയെത്ര പൂക്കളിൽ ചെന്ന് തേൻ കുടിച്ചിട്ട് പിന്നെ ആ പൂവിനെ കണ്ട ഭാവം പോലും നടിക്കില്ല. ഇതുപോലെയാണ് കൃഷ്ണനും. ഞങ്ങളുടെയൊക്കെ എത്ര നാൾ കളിച്ച് കുളച്ചൊക്കെ നടന്നിട്ട് ഇപ്പം ഞങ്ങളെ കണ്ട ഭാവം പോലും ഇല്ല. നിങ്ങൾ കൂട്ടുകാരൊന്നിച്ച് തന്നെയാണ്, നിന്നെപ്പോലെ തന്നെയാണ് കൃഷ്ണനും എന്ന് പറയാൻ വേണ്ടി വണ്ടിനെ നിമിത്തമാക്കിക്കൊണ്ടാണ്. ഹേ കിതവ, തന്നെയല്ല നിൻ്റെ വർണ്ണം തന്നെയാണ് കൃഷ്ണനും. നിങ്ങൾ രണ്ടും കറുത്ത വർണ്ണക്കാരാണ്. ഈ കറുത്ത വർണ്ണക്കാരൊക്കെ വഞ്ചന കയ്യിലുള്ളവരാണ്. അത് പ്രത്യേകിച്ച് പറയാനില്ല. ഈ വണ്ടെങ്ങനെയാണ് എത്ര പേരെ വഞ്ചിച്ചു ഈ പൂക്കളെയൊക്കെ. പിറ്റേ ദിവസം കണ്ടവരോട് അറിയുമോ? ഒന്നുമില്ല. അതുപോലെ ഈ കൃഷ്ണനും. കറുത്തവനുള്ളവരൊക്കെ ഇങ്ങനെയാണ്. ശ്രീരാമൻ അങ്ങനെയായിരുന്നു. വഞ്ചന കാണിച്ച് കള്ളത്തരം കാണിച്ചല്ലേ ബാലിയെ കൊന്നത്. അതേപോലെ ഇദ്ദേഹം തന്നെ വാമനായി ഒരിക്കൽ അവതരിപ്പിച്ച് പോകുമ്പോഴും മഹാബലിയെ വഞ്ചിക്കുന്നുണ്ട്. കള്ളത്തരവും വഞ്ചനയും കയ്യിലുണ്ട് ഇത്തരക്കാർക്കെല്ലാം. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞങ്ങളെടുത്തോളം എടുക്കണ്ട. അതേപോലെ അവിടെ ഉത്തമങ്ങളായ അനേകം ഗോപസ്ത്രീമാർ അനേകം നാഗരിക സ്ത്രീകളുണ്ട്. അവരുമായിട്ട് കളിച്ചു കുളച്ച് നടന്നോട്ടെ, ഞങ്ങളുടെ കാര്യം വിട്ടേക്കൂ. ഇനി ഞങ്ങളുടെ അടുത്തേക്ക് ഇത് പറയാൻ വരിക വേണ്ട. മൂളി വരുന്നോ, ശബ്ദം ഉണ്ടായിക്കൊണ്ട് വരുന്നോ, അത് കൃഷ്ണൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കുറേ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അടുത്ത് വരും. മനസ്സിലായി, പൊക്കോളൂ തൊടരുത് ഞങ്ങളെ. ഇങ്ങനെ പല തരത്തിൽ കുറേ നീണ്ട കുറേ ശ്ലോകങ്ങളാണ്. 10-12 ശ്ലോകമുണ്ട്. സുന്ദരമായ കുറേ ശ്ലോകങ്ങളാണ്. വണ്ടിനെ നിമിത്തമാക്കിക്കൊണ്ട് ഇത് മുഴുവൻ അവിടെ അവസാനം ഈ വണ്ടയില പറന്ന് ദൂരെ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. അപ്പം ചോദിച്ചു, നീ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണല്ലേ, ഇപ്പോൾ വന്നപ്പോൾ കൃഷ്ണനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാത്രം കേട്ടാൽ മതി, ഞങ്ങൾക്കും ബാക്കിയൊന്നും കേൾക്കണ്ട. രണ്ടാമത്തെ വരവിൽ ഇവർ ശ്രീകൃഷ്ണൻ എവിടെയാണ് ഇതൊന്നും ചോദിച്ചില്ല. ആദ്യം ഇതാണ് ചോദിക്കുന്നത്, ഒന്നും ചോദിച്ചില്ല. അവിടെ എവിടെയാണ്, എത്ര കാലമായി പോയിട്ട്, അവിടെ ഉണ്ടോ, എങ്ങനെ ഇരിക്കുന്നു, നന്നായിരിക്കുന്നോ, ക്ഷീണിച്ചിരിക്കുന്നോ, ഞങ്ങളെക്കുറിച്ച് വല്ലതും ചോദിച്ചോ? ഈ രണ്ടാമത്തെ പ്രാവശ്യമാണ് വണ്ടിലുള്ള. ഈ സമയത്താണ് ഉദ്ധവർ പതുക്കെ അടുത്തേക്ക് വരുന്നത്. കാരണം ഉദ്ധവർ പേടിച്ചു പോയി, ഇനി എന്താ പറയാനും പറ്റുക. ഇങ്ങനെ ഈ ഗോപസ്ത്രീമാരുടെ മനസ്സൊന്ന് തണുത്തു, ഉള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശാന്തരായി. ഈ സമയത്താണ് ഉദ്ധവർ വന്ന് ശ്രീകൃഷ്ണൻ്റെ അതിമനോഹരമായ വാക്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ആ രംഗത്തെ ശാന്തമാക്കി മാറ്റുന്ന മനോഹരമായ ഒരു രംഗം. കാരണം ശ്രീകൃഷ്ണനുള്ള
പരമഭക്തിയുടെ ഉദാഹരണമായി ഭാഗവതം എടുത്തു കാണിക്കുന്നത് ഗോപസ്ത്രീകളാണ്. ഗോപികഭ്യോ നമോസ്തു, നമസ്കരിക്കേണ്ട ഗോപികമാരെയാണ്, കൃഷ്ണനല്ല എന്ന്. അങ്ങനെ ഭക്തിക്കൊരു മകുട ഉദാഹരണമായി കാണിക്കാനാണ് ഈ രംഗം സജ്ജീകരിച്ചത്. സർ, ഓഷോ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരിക്കൽ നിരീക്ഷിക്കുകയുണ്ടായി. ഇത്രയും വ്യത്യസ്തതകളുള്ള ഒരു ഈശ്വരൻ, പ്രണയിയായ ഈശ്വരൻ, ഒരുപക്ഷെ ഗീത ഉപദേശിക്കുന്ന അതേ ഭാവത്തോടു കൂടി ഗോപികമാരോടൊപ്പം രാസനൃത്തം ചവിട്ടുന്ന ഈശ്വരൻ. എന്തൊരു വൈവിധ്യമാണ് കൃഷ്ണൻ എന്ന സങ്കല്പത്തിന്. എങ്ങനെയാണ് ഈ ആശയത്തെ ഭ്രമരഗീതത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കൃഷ്ണൻ എന്ന പ്രണയിയെ വിലയിരുത്തുന്നത്? ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ ദേഷ്യം തോന്നി. കാര്യം കറുത്ത തൊലിയുള്ളവരെല്ലാം അപഹസിക്കുന്ന ഭാഗമാണ്. എൻ്റെ തൊലി കറുത്തായതുകൊണ്ട് എനിക്ക് വളരെ ഫീൽ ചെയ്തു. കാരണം ഈ വിമർശനം ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോയൽറ്റി എന്ന് പറയുന്നതാണ്. നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് കാണുകയോ അടുക്കുകയോ കൂടെ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളോട് വളരെ ശ്രദ്ധേയമായി ജീവിതാവസാനം വരെ ഒരു ലോയൽറ്റി, ഒരു റിലേഷൻ കാത്തുരക്ഷിക്കണം. അതില്ലെങ്കിൽ വളരെ വലിയ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യും. കുചേലനെ തിരിച്ച് കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അത് കാണിച്ചു. ഈ ഗോപസ്ത്രീകൾ തന്നെ ലോങ് ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പം ഉദ്ധവരെ വിട്ട് അവരോടുള്ള ബന്ധം പഴയ പോലെ ആണ് എന്ന്, ജോലിത്തിരക്കുണ്ടെങ്കിലും പഴയ പോലെ ആണ് എന്ന് സ്റ്റേറ്റ് കാറിലാണ് വന്നിറങ്ങി, രഥത്തിൽ വന്നിറങ്ങി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. പിന്നെ ഭാഗവതത്തിൽ പറയുന്നെങ്കിലും ഇല്ലെങ്കിലും പുരാണങ്ങളിൽ പറയുന്ന അല്ലെങ്കിൽ അപ്പോക്രിഫൽ സ്റ്റോറീസ് പറയുന്ന പല കഥകളുമുണ്ട്. അതിനകത്താണ് രാധയ്ക്ക് അസുഖം വന്നപ്പോൾ ഭഗവാനെ വണ്ടി അയച്ച് ദ്വാരകയിൽ കൊണ്ട് താമസിപ്പിച്ച് ചികിത്സിച്ചു എന്നും അവസാനം രാധയുടെ അടുത്തിരുന്ന് പാടിയെന്നും ഗോപസ്ത്രീയുടെ അടുത്തിരുന്ന് പാടി അവളെ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞ കഥ. ഗോപസ്ത്രീകൾക്ക് പ്രത്യേകമായ ആവശ്യം വന്ന ചില ഘട്ടങ്ങളിൽ സ്റ്റേറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് സംരക്ഷണം ഏൽപ്പിക്കുകയാണ് അക്രമങ്ങളൊക്കെ ഉണ്ടായ സമയത്ത്. അതായത് ബെറ്റർ പോലീസിങ് അവർക്ക് കൊടുത്തു എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഭാഗവതത്തിൽ പറയുന്നില്ലെങ്കിലും ഈ ഗോപസ്ത്രീകളോടുള്ള അദ്ദേഹത്തിന് ബന്ധം സൂക്ഷിക്കുന്ന മറ്റ് കഥകളിൽ ആ ലോയൽറ്റി അല്ലെങ്കിൽ ഓൾഡ് ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്നു എന്നുള്ളത് ശ്രദ്ധാകരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിമൻ സൈക്കോളജി എന്ന് പറയുന്ന വലിയൊരു ഭാഗമാണ്. പുരുഷനും സ്ത്രീയും 2 രീതിയിലാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പുരുഷന് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്, വളരെ കൃത്യമായിട്ടുള്ള റിലേഷനാണ്. സ്ത്രീകൾ അവരുടെ വികാരങ്ങൾ മുഴുവൻ പ്രകടിപ്പിക്കാറില്ല. ദേ വിൽ എക്സ്പ്രസ് ഇറ്റ് ഓൺലി ഹാഫ് വേ ത്രൂ. അപ്പോൾ ഈ വിമൻ സൈക്കോളജി ഭാഗവതം എഴുതിയ വേദവ്യാസന് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം വേദവ്യാസനെ ചെറുപ്പത്തിൽ വളർത്തിയത് അച്ഛനല്ല, അമ്മയാണ് വളർത്തിയത്. പിന്നെ മന്ത്രമൊക്കെ പഠിക്കാൻ സമയത്തെ അച്ഛനെ പോയി കണ്ടിട്ടുള്ളൂ. ഈ മഹാഭാരത കഥയിൽപ്പെട്ട വളരെ ആളുകളും അമ്മ വളർത്തിയ മക്കളാണ്. പാണ്ഡവർ അച്ഛനില്ലാതെ അമ്മ വളർത്തിയതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദവ്യാസൻ്റെ ഫീമെയിൽ സൈക്കോളജി എന്ന് പറയുന്ന ഭാഗം, ആ അറിവ് ഇവിടെ വളരെ ഭംഗിയായിട്ട് പ്രകടിപ്പിക്കുന്നു. ഇത് ഭഗവാൻ കൃഷ്ണൻ അറിയാവുന്ന ഒന്നായിരുന്നു, അത് വളരെ ഭംഗിയായിട്ട് ഇവിടെ വിവരിക്കുകയാണ് ഈ ഭാഗത്ത്. വിമൻ സൈക്കോളജി എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ വിമനെ സന്തോഷിപ്പിക്കാൻ, പുരുഷനെ സന്തോഷിപ്പിക്കുന്ന പോലെ വലിയ പ്രയാസമുള്ള കാര്യമല്ല സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ. കാര്യം അവരെ കുറച്ചുകൂടി വാട്ടിക്കോൾ മൊമെൻ്ററി ആയി പെരുമാറുകയും ഒക്കെ ചെയ്യും. 2, എളിയ കാര്യങ്ങളിൽ പോലും സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് ഒരു സ്ത്രീ കഴിയും, പുരുഷനത് കഴിയില്ല. സ്ത്രീകൾക്ക് വികാരം പ്രകടിപ്പിക്കാൻ പറ്റും. സ്ത്രീകൾ കരയും, പുരുഷന്മാർ അത്രയും കരയാറില്ല. പുരുഷന് കുറച്ചുകൂടി കൺട്രോൾഡാണ്, സ്ത്രീക്ക് അതല്ല, വികാര വിസ്ഫോടനം ചെയ്യാൻ പറ്റും. അതുകൊണ്ടകത്തൊന്നും സ്ത്രീക്കൊരു പ്രൊട്ടക്ഷനുണ്ട്. കാരണം പുരുഷന്മാർ ആയിരക്കണക്കിന് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു വീഴും. പക്ഷേ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് പുരുഷൻ്റെ 3-1 വരത്തുള്ളൂ. കാരണം ഈ എക്സ്ട്രീം ഇമോഷൻസ് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളായി മാറാതിരിക്കാൻ സ്ത്രീകൾക്ക് ഈ ഇമോഷണൽ എക്സ്പ്രഷൻ കൊണ്ടാണ് കഴിയുന്നത്. അപ്പോൾ ഇവിടെ അത് വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഭാഗവതത്തിലും മഹാഭാരതത്തിലും വേദവ്യാസന് ഇത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇമേജറീസ് എന്ന് പറയുന്ന ഭാഗം, അത് ഉപമ, ഉൽപ്രേക്ഷ എന്നൊക്കെ ഒരുപാട് ഇതായിട്ട് നമ്മൾ കവിതകൾ പഠിക്കുമ്പോൾ പ്രയോഗിക്കും. ഇവിടെ ഈ ഗോപസ്ത്രീകൾ ഉപയോഗിക്കുന്ന കുറേയേറെ സംഭവങ്ങളുണ്ട്. അതായത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പണമില്ലാത്ത പുരുഷനെ ഉപേക്ഷിച്ച് പോവും. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ അവൻ കഴിച്ച ആഹാരം കഴിച്ച വീടിനെ ഉപേക്ഷിച്ച് അവനങ്ങ് പോവും. പിന്നെ വളരെ ശ്രദ്ധാർഹമായിട്ട് അവർ പറയുന്നു,
എ ലവർ ആഫ്റ്റർ ഹാവിങ് എ റിലേഷൻ വിത്ത് എ വുമൺ ജസ്റ്റ് ലീവ്സ് വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ്. കത്തി ഒരു വനം സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന മൃഗം വനത്തിന് തീ കത്തിയാൽ അവർ വിട്ടിട്ടങ്ങ് പോവും എന്ന് പറഞ്ഞൊരു 9 അലങ്കാരങ്ങളാണ് വേദവ്യാസൻ ഈ ഒരു 12 ശ്ലോകത്തിനകത്ത് 9 അലങ്കാരങ്ങളാണ്. അതായത് ഈ പെർമനൻറ്റ് റിലേഷൻ കീപ്പ് ചെയ്യാത്ത ആളുകൾക്ക് ഉദാഹരണമായിട്ടാണ് ഇത് പ്രയോഗിച്ചിരിക്കുന്ന 9. അത് ഓരോന്നും അതിഗംഭീരമാണ്. പിന്നെ വണ്ടിനോട് പറയുമ്പോൾ തന്നെ പറയുകയാണ്, നീ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന പൂമാലയിൽ ചെന്ന് തൊട്ടിട്ട് ആ മണവുമായിട്ട് അല്ലെങ്കിൽ ആ പൂമ്പൊടിയുമായിട്ട് നീ വരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ താരതമ്യം ചെയ്യുന്ന സംഭവത്തിനകത്ത് ഈ ഭ്രമരം കാളിദാസൻ്റെ പ്രസിദ്ധമായ അഭിജ്ഞാന ശാകുന്തളത്തിൽ വരുന്നുണ്ട്. അവിടെ ഒരു വണ്ടിനെ വെട്ടിയിട്ടാണ് ദുഷ്യന്തൻ ശകുന്തളയുടെ ഹൃദയത്തിൽ പോയി കയറുന്നത്. കാരണം ഈ വണ്ട് വന്ന് ശകുന്തള ഇങ്ങനെ ശല്യം ചെയ്യുമ്പോൾ അയാൾ വാളൂരി വണ്ടിനെ വെട്ടി. നല്ല എയിമാണ് ഈ വെടിവെക്കുന്ന ഒരു വണ്ടിനെ കറക്റ്റ് വെട്ടണമെങ്കിൽ അയാൾ അതിഗംഭീരമായ പോയിൻറ്റഡ് വെട്ടുവെട്ടാൻ കഴിവുള്ള ആളാണ് ഈ ദുഷ്യന്തൻ. അപ്പോൾ ഇവിടെ ഗോപികയുടെ അടുത്ത് വണ്ട് വരുന്നതും അവിടെ ശകുന്തളയുടെ അടുത്ത് വണ്ട് വരുന്നതും രസകരമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് ആ കാവ്യ ഭംഗി, കാളിദാസൻ്റെയും വേദവ്യാസൻ്റെയും കാവ്യ ഭംഗിയിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനൊരു 4-5 തത്വങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. വായിക്കാൻ വളരെ രസകരവും രസിക്കാൻ വളരെ സന്തോഷവും നൽകുന്ന വരികളാണ് ഈ ഗോപികളുടെ ഇത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഭാരതീയ സ്ത്രീകളുടെയൊക്കെ മനസ്സിൽ, അതെത്ര പ്രായമുള്ള സ്ത്രീകളായാലും മനസ്സിൽ പ്രണയസങ്കല്പത്തിൻ്റെ ഏറ്റവും അവസാന വാക്ക് എന്ന് പറയുന്നത് അത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. എന്തായാലും കൃഷ്ണൻ്റെ ഗോപികയുടെ ഈ ഭാവത്തെ നമുക്ക് അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്കിന്ന് സാധിച്ചു. നമുക്ക് സംവാദാമൃതം ഇവിടെ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ടീച്ചർ ഒരുപാട് അർത്ഥവത്തായ പോയിന്റ്സ് നമ്മളിന്ന് പറയുണ്ടായി. പ്രേക്ഷകർക്ക് ഏവർക്കും അതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഗോപികക്കുട്ടി, കൃത്തിക്കുട്ടി, എന്ത് തോന്നി ഇത്രയും വലിയ ചർച്ച കേട്ടിട്ട്? നല്ല തോന്നി. എനിക്ക് മിത്തോളജി കൂടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ പോയിന്റ്സൊക്കെ എനിക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് കിട്ടി. ഭാഗവതം വായിച്ചിട്ടുണ്ടോ? അതില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. മിത്തോളജി ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഭാഗവതം എന്തെങ്കിലും വായിച്ചു നോക്കണം. കാരണം മിത്തോളജിക്കൊപ്പം കാവ്യരചനയുടെ പല തലങ്ങളിലേക്കും ഭാഗവതം നമ്മളെ കൊണ്ടെത്തിക്കും. ശരിക്കും ഭാഗവതം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയ കാവ്യഭാവനയിൽ നമ്മൾ മുഴുകിപ്പോയാൽ നല്ലൊരു കഥാകൃത്തിനുള്ള എല്ലാ ബേസിക്സും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ പോയിന്റ്സ് ഒക്കെ വിവരിച്ചിരിക്കുന്ന രീതിയും എല്ലാം സാറ് പറഞ്ഞപ്പോൾ സാറ് പറയണ്ടായി, ആ ഒരു നീയും അങ്ങനെയാണ് എന്തുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്, എല്ലാം മനോഹരമായ കാവ്യ സാധ്യതകളാണ് ഉണർത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും വായിച്ചു നോക്കണം കേട്ടോ. ഷുവർ. അപ്പോൾ കൃതിക്കുട്ടി വളർന്ന് വലുതായി വലിയൊരു നിലയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ വക കൃതിക്ക് ചെറിയൊരു ഉപഹാരമുണ്ട്. സ്വാമിനമ്മയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങൂ കേട്ടോ. അപ്പോൾ കൃതിക്കുട്ടി ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്. ശിവാനിക്കുട്ടി, എന്തോ ടീച്ചറേ? ശിവാനിക്കുട്ടി ഇങ്ങനെ ഈ ഭംഗിയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സായിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളരിപ്രാവാണ് ടീച്ചർ. അതെ, ആ പ്രാവിനെ കാണുമ്പോൾ മാത്രമല്ല ഇന്ന് ഭ്രമരഗീതം എന്ത് രസമായിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. അല്ല, അതൊക്കെ കൂടെ കാണുമ്പോഴേക്കും ശിവാനിയുടെ ഒരു ഡാൻസും കൂടെ ഉണ്ടാക്കി. അല്ല, ശിവാനിയുടെ ഡാൻസ് ഉണ്ടെങ്കിലല്ലേ ഈ എപ്പിസോഡ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അതല്ലേ അതിന്റെ ഒരു രീതി. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്റെ ഒരു ഭാഗ്യം. അതെ, ഞങ്ങൾ ഇങ്ങനെ പ്രേക്ഷകർ ആവശ്യപ്പെടുമ്പോ ശിവാനിക്കുട്ടി ഉണ്ടല്ലോ ഒരു ഡാൻസ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കിന്നൊരു വ്യത്യസ്തമായ നൃത്തം കണ്ടാലോ? പിന്നെന്താ, തീർച്ചയായിട്ടും.
യിലെ ഏതോ ഒരു മഹാരാജാവിന്റെ സദസ്സിൽ ഒരു നൃത്തം കാണുകയാണെന്നൊക്കെ തോന്നിപ്പോയി. എന്ത് ഭംഗിയായിരുന്നു. അസ്സലായി, അസ്സലായി. ഇതിൽ ഒരു ബഹുമതി എനിക്ക് കിട്ടാനായിട്ടില്ല. അസ്സലായി. കഥക്കിന്റെയും ഒക്കെ താളവും ഒക്കെ കൂടെ ഗംഭീരായി ട്ടോ. എന്തുകൊണ്ട് ഞാൻ കളിക്കണേ, ഓരോ പ്രാവശ്യം ടീച്ചർ കളിക്കാൻ പറയാനോണ്ടാണ്. അപ്പൊ ടീച്ചറാണ് ശരിക്കും ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി അല്ല, തരേണ്ടത്. പക്ഷേ ടീച്ചറും ശിവാനിയുടെ- നമ്മുടെ പരിപാടിയും. ശിവാനിയുടെ ആരാധകരാണ്. ശിവാനിയുടെ ഡാൻസ് കാണുന്ന എല്ലാരും ഞങ്ങളോട് പറയാറുണ്ടേ, അതാ ഞങ്ങൾ പറയുന്നത്. താങ്ക് യു ടീച്ചറെ. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയായി നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ, പുറത്തേക്ക് വിടുമ്പോൾ ഓം. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ, ഓം, മാ, ഓം, മാ, ക്രമേണ മാ, ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം
ഹരി ഓം. ഭ്രമരത്തോട് കൃഷ്ണവിരഹം പങ്കുവെക്കുന്ന ഗോപിക, അതായിരുന്നു നമ്മൾ ഇന്ന് കണ്ട റോൾ പ്ലേ. പ്രേക്ഷകർക്ക് ഏവർക്കും ഈ റോൾ പ്ലേ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ആചാര്യസഭ തന്ന വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നും വിശ്വസിക്കുന്നു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു അധ്യായവുമായി കാണാം. നന്ദി, നമസ്കാരം. അവരിൽ ഒരു ഗോപിക കണ്ണനായി. ആ കണ്ണന്റെ ചുമരിൽ ചാരി നിന്നു മറ്റൊരു ഗോപി. അപ്പോഴേക്കുണ്ട് ഒരു ഗോപിക പൂതനയായി. യഥാ വ്രജഗോപികാനാം, വ്രജത്തിലെ ഗോപികമാരാണ് ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ ഉദാഹരണം. സാമീപ്യത്തിൽ നിന്ന് മാറി നിൽക്കണം ഭഗവാൻ. ആ രൂപത്തിൽ തന്നെ ബന്ധിച്ചിരുന്നാൽ പോരാ, സർവ്വതിലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കണം. അഖില ജീവിനാം അന്തരാത്മകൾക്ക്, പ്രപഞ്ചത്തുള്ള സമസ്ത ജീവികളിലെയും അന്തരാത്മാവിൽ അധിവസിക്കുന്നവരാണ് എന്ന് ആ ഒരു പരമതത്വം ആദ്യം തന്നെ വെളിപ്പെടുത്തി. ആ ഡിവോഷൻ ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ചേക്കാൻ ആർക്ക് പറ്റുമോ അയാൾ ലൗകിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വിജയിക്കും. കോസ്റ്റ്യൂം കടസി ഫോർ ശിവാനി, ലാഡിഡ, കൊട്ടിയൂർ, പെരുമ്പാവൂർ.